Next, last physical property, temperature. Temperature. There are three common scales to measure temperature. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 3 സ്കെയിലുകളാണുള്ളത്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, സെക്കൻഡ് വൺ ഡിഗ്രി ഫാരൻഹീറ്റ്, തേർഡ് വൺ കെൽവിൻ. സയൻറ്റിഫിക് ആയിട്ട് എക്സ്പെരിമെൻറ്റിലൊക്കെ ഉപയോഗിക്കുക കെൽവിൻ ടെമ്പറേച്ചറിലാണ്. അതിൽ ഫസ്റ്റ് വൺ ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ്, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഇത് വാട്ടറിനൊക്കെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഇതൊക്കെ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കോമൺ ആയിട്ട് ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടെമ്പറേച്ചർ ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി ഫാരൻഹീറ്റും റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഗ്രി എഫ് എന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് പനിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റിലാണ് അവർ ടെമ്പറേച്ചർ പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നിട്ടുള്ള ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ള ടെമ്പറേച്ചറിൽ ഡിഗ്രി ഫാരൻഹീറ്റിലാക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമുക്ക് ഫാരൻഹീറ്റിലാക്കണമെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലേക്കാണ് നമുക്ക് ആക്കേണ്ടത്. അങ്ങനെ ആക്കണമെങ്കിൽ തന്നിട്ടുള്ള ഈ ടെമ്പറേച്ചറിനെ 9/5 എന്നുള്ളൊരു ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 ഡിഗ്രി സെൽഷ്യസിനെ 9/5 എന്നുള്ളൊരു ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് 32 ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ ആയിരിക്കും ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 2, അതോടൊപ്പം 18 + 32 = 50 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഇവിടെ കിട്ടുന്നത് 50 ഡിഗ്രി ഫാരൻഹീറ്റ്. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഇതൊന്നും അസ്യൂം ചെയ്ത് നോക്ക്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് പനിയുണ്ട് എന്ന് പറയുന്നു. പനിയുണ്ട് എന്ന് പറയുമ്പോൾ 100ൻ്റെ മുകളിലാണ് പനി, 100 ഡിഗ്രിൻ്റെ മുകളിൽ പനിയുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എത്ര ടെമ്പറേച്ചർ, വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ഉണ്ടോ? ഇല്ല. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ 50 ഡിഗ്രി ഫാരൻഹീറ്റും ഉണ്ട്. ഇനി നമ്മളുടെ ബോഡിൻ്റെ നോർമൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റിൽ എന്ന് പറയുന്നത് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മളെ ബോഡി ടെമ്പറേച്ചർ. 98.4, ഇത് 36ഉം 98.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമുക്ക് പനിയുണ്ട്, 100ൻ്റെ മുകളിൽ ടെമ്പറേച്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ പനിയുണ്ട്. 98.4ൻ്റെ മുകളിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും പനി തന്നെയാണ്. പക്ഷേ ഈ വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറൊക്കെ നമുക്കുണ്ടോ? ഇല്ല. നമുക്ക് 100ന് മുകളിൽ പനിയുണ്ടെന്ന് പറയുമ്പോൾ ബോയിൽഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മളെ മനസ്സിൽ അസ്യൂം ചെയ്യുക. പക്ഷേ അത്രയും തന്നെ നമുക്ക് ഉണ്ടായിരിക്കുകയില്ല. അപ്പം നമുക്കുള്ള പനി എന്ന് പറയുമ്പോൾ 98.4 ആണ് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഫീവർ എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്കെയില് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക കെ എന്ന് വെച്ചാൽ ഡിഗ്രി യൂസ് ചെയ്യൂല. ഒരു ടെമ്പറേച്ചർ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 10 ഡിഗ്രി സെൽഷ്യസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കെൽവിനിലേക്ക് മാറ്റണം. അപ്പം ഡിഗ്രി സെൽഷ്യസിനും ഡിഗ്രി ഫാരൻഹീറ്റിനും ഡിഗ്രി യൂസ് ചെയ്യും. കെൽവിൻ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യില്ല? ഡിഗ്രി യൂസ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് 10 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 10 ഡിഗ്രി സെൽഷ്യസ് + 273. ഈ വാല്യൂ ഡിഗ്രി സെൽഷ്യസിലേക്ക് 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് കിട്ടും? നമുക്ക് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറാണ് കിട്ടുക. അപ്പോൾ ഇതെന്താ കിട്ടുക? 283 കെൽവിൻ. ഇതാണ് നമുക്ക് ടെമ്പറേച്ചർ. ഡിഗ്രി സെൽഷ്യസിൽ 10 ഡിഗ്രി എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലേക്കാവുമ്പോൾ 283 കെൽവിൻ എന്നാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ